നമസ്കാരം. റഷ്യക്കെതിരെ ഉപരോധവും നടത്തി റഷ്യയുമായി യുക്രൈനിൽ നേരിട്ടല്ലാതെയുള്ള യുദ്ധത്തിലും ഏർപ്പെട്ടിരിക്കുന്ന ബ്രിട്ടന്റെ തലസ്ഥാനത്ത് റഷ്യയിൽ നിർമ്മിച്ച ഒരു യുദ്ധക്കപ്പൽ അവിടെ നിന്ന് നീറ്റിലിറക്കി നേരെ കൊണ്ടുവന്ന് നങ്കൂരമിടാൻ ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്തിന് മാത്രമേ കഴിയൂ. ഇതിപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ INS തുഷീൽ ലണ്ടനിലെത്തിയെന്ന വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ലണ്ടൻ നഗരഹൃദയത്തിലെ ടവർ ബ്രിഡ്ജിന്റെ മുന്നിൽ തെംസ് നദിയിലൂടെ ഭാരത നാവികസേനയുടെ ഏറ്റവും പുതിയ മിസൈൽ വാഹിനി യുദ്ധക്കപ്പൽ കടന്നുപോകുന്ന വീഡിയോ UK-യിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പുറത്തുവിട്ടിട്ടുണ്ട്. നങ്കൂരമിട്ടിരിക്കുന്ന കപ്പൽ ഹൈക്കമ്മീഷണർ ശ്രീ സുജിത് ഘോഷ് സന്ദർശിക്കുന്നതിന്റെയും കപ്പലിന്റെ കമാൻഡിംഗ് ഓഫീസറായ ക്യാപ്റ്റൻ പീറ്റർ വോഗീസ് കപ്പലിന്റെ വിവരങ്ങൾ ഹൈക്കമ്മീഷണർക്ക് വിവരിച്ചു കൊടുക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ എക്സിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലയാളിയായ ക്യാപ്റ്റൻ പീറ്റർ വോഗീസ് മിസൈൽ റഗുറി വിദഗ്ധനാണ്. പാകിസ്ഥാനിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണറുടെ നാവിക ഉപദേശകനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. തൽവാർ ക്ലംസ് കപ്പലുകളുടെ ഗണത്തിൽപ്പെടുന്നതാണ് INS തുഷീൽ. റഡാറിൽ നിന്ന് മറഞ്ഞു നിൽക്കാൻ കഴിവുള്ളതാണ് തൽവാർ ക്ലാസ് യുദ്ധക്കപ്പലുകൾ. ബലവത്തായ ഈ കപ്പലുകളിൽ മിസൈൽ നിക്ഷേപണ സന്നാഹങ്ങളും ഉണ്ടാകും. റഷ്യൻ സാങ്കേതിക വിദ്യയിലാണ് ഇവ നിർമ്മിക്കുന്നത്. സോവിയറ്റ് നാവികസേനയുടെ അഭിമാനമായിരുന്ന ക്രിവാക് ക്ലാസ് യുദ്ധക്കപ്പലുകളുടെ പുതുക്കിയ രൂപമാണ് ഇന്നത്തെ തൽവാർ ക്ലാസ് കപ്പലുകൾ. സുരക്ഷിത കവചം എന്നാണ് തുഷീൽ എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം. നിർഭയ്, അഭേദ്യ ഓർ ബൽശീൽ എന്നാണ് ഈ കപ്പലിന്റെ മുദ്രാവാക്യം. നിർഭയത, ഒരിക്കലും തകർക്കാനാവാത്തത്, ബലമേറിയത് എന്നാണ് അതിന്റെ അർത്ഥം. ഏതാണ്ട് 500 അടിയോളം നീളമുള്ള ഈ യുദ്ധക്കപ്പലിന് 3620 ടൺ ഭാരമുണ്ട്. 4400 കുതിരശക്തിയുള്ള ഇതിന്റെ പ്രോത്സപ്പിന് ഏതാണ്ട് 30 നോട്ട് വേഗത്തിൽ കപ്പലിനെ എത്തിക്കാനുള്ള കഴിവുണ്ട്. യന്ത്രത്തോക്കുകളും ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകളും സജ്ജീകരിച്ചിട്ടുള്ള ഈ യുദ്ധക്കപ്പലിൽ നിന്ന് അന്തർവാഹിനികളെ കണ്ടെത്തി നശിപ്പിക്കാനും കഴിയും. റഡാർ, ഡോളർ തുടങ്ങിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്താനാകാത്ത വിധം സെൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ യുദ്ധക്കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത്. റഷ്യയിലെ കലിൻഗ്രാസ് തുറമുഖത്തിലാണ് INS തുഷീൽ നീറ്റിലിറക്കിയത്. 2 മാസത്തോളം നീണ്ട ഗുണനിലവാര പരിശോധനകൾക്ക് ശേഷം ഫെബ്രുവരി 9 ഔദ്യോഗികമായി കപ്പൽ ഉദ്ഘാടനം ചെയ്തത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് കലിനിൻഗ്രാഡിൽ വെച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഇന്ത്യയിലെ സ്ഥാപനങ്ങളായ ബ്രഹ്മോസ് എയ്റോസ്പേസ്, ഭാരത് ഇലക്ട്രോണിക്സ്, നോവ ഇന്റഗ്രേറ്റ്സ് സിസ്റ്റംസ് എന്നീ അനേകം കമ്പനികളും ഈ യുദ്ധക്കപ്പലിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായിട്ടുണ്ട്. കമാൻഡർ ക്യാപ്റ്റൻ പീറ്റർ വോഗീസിന്റെ നേതൃത്വത്തിൽ 200ഓളം നാവികരുമായി കലിനിൻഗ്രാഡിൽ നിന്ന് പുറപ്പെട്ട INS തുഷീൽ നങ്കൂരമിടുന്ന ആദ്യത്തെ തുറമുഖമാണ് ലണ്ടൻ. ഇവിടെ നിന്ന് മുംബൈയിലേക്കുള്ള യാത്രാമധ്യേ ജർമ്മനിയിലും മറ്റനേകം രാജ്യങ്ങളിലും INS തുഷീൽ നാവിക അഭ്യാസങ്ങൾ നടത്തും. ഇതിനൊപ്പം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും അറ്റ്ലാന്റിക് സമുദ്രത്തിലെയും കടൽ കൊള്ളകർക്കൊക്കെ എതിരെയുള്ള നാവിക അഭ്യാസങ്ങളും ഉൾപ്പെടുത്തുമെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകൾ വഹിക്കാനും നിക്ഷേപിക്കാനും ശേഷിയുള്ള ഈ യുദ്ധക്കപ്പൽ ഭാരതീയ നാവികസേനയുടെ ആവനാഴിയിലെ മറ്റൊരു ദിവ്യാസ്ത്രമായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുദ്ധക്കപ്പലുകളുമായി എത്തി നമ്മുടെ രാജ്യത്തെ കോളനിയാക്കി ഭരിച്ച രാജ്യത്തിന്റെ തലസ്ഥാനമായ ലണ്ടനിൽ തന്നെ ഭാരതത്തിന്റെ അത്യാധുനിക യുദ്ധക്കപ്പൽ വന്നതിന്റെ കാവ്യഭംഗിയെപ്പറ്റി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച നടക്കുന്നുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.